ആകെ ഒരപ്പത്തിന് മാവുള്ള വീട്ടിലേക്കാണ്. മനസ്സിലായോ? അതിന്റെ ദൈവം അങ്ങനെ ചെയ്യുന്നേ. ആകെ ഒരപ്പത്തിനുള്ള മാവേ ഉള്ളൂ. ആ അപ്പം ഉണ്ടാക്കാനുള്ള എണ്ണ അവിടെ ഉള്ളൂ. അതോ അവരത് തിന്നേച്ച് ചാകാനിരിക്കുക. അവൻ ചാകാനിരിക്കുന്ന വീട്ടിലേക്കാണ് ഏലിയാവിനെ ജീവിക്കാൻ ദൈവം വിടുന്നത്. വല്ല പിടിയും കിട്ടുന്നുണ്ടോ? ഇതിനകത്തെ ദൂത് മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുടെ പ്രത്യേകത അസാധ്യമെന്ന് തോന്നുന്ന മേഖലകളിൽ, അസാധ്യമെന്ന് തോന്നുന്ന മേഖലകളിൽ വിടുതലുകളെ വിളിച്ചു വരുത്താൻ കരുത്തുള്ളതാണ് പ്രാർത്ഥന. മുമ്പോട്ട് പോവാം. അവിടെ ചെന്നു. നമ്മൾ വായിച്ച വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, സ്നേഹിത എനിക്ക് 3 അപ്പം വായ്പ തരണം. ചോദിച്ചു കേട്ടോ, ചോദിച്ചു. ആവശ്യം ചോദിക്കുകയാണ്. ചോദിച്ചു 3 അപ്പം വായ്പ തരണം. നിങ്ങൾ ശ്രദ്ധിക്കൂ, അവിടെ യേശു പറയുന്നത് 3 ഉത്തരമാണ് വീട്ടിൽ കിടന്ന സ്നേഹിതൻ പറഞ്ഞത്. 7-ാം വാക്യം ചോദിച്ചു, എന്നെ പ്രയാസപ്പെടുത്തരുത്. എന്നിട്ടൊരു കുത്തും കോമയിട്ടിരിക്കും. അത് ഡിസ്പ്ലേ ചെയ്യണേ ആ ഭാഗം. എന്നെ നിങ്ങൾ ബൈബിളിൽ നോക്കണ്ട, ഈ സ്ക്രീനെ നോക്കിക്കോളൂ. വെള്ളെടുത്തുള്ളവർക്ക് പോലും ഇത് വായിക്കാം. എന്താ പറയുക, ചിലർ കുനിഞ്ഞാൽ പിന്നെ നിവരത്തില്ല, അതുകൊണ്ട് അങ്ങോട്ട് നോക്കാൻ പറ്റും. അപ്പോ ആദ്യത്തെ ചോദ്യത്തിന് കിട്ടിയ മറുപടിയാണ് ആ എഴുതിയേക്കുന്നത്, എന്നെ പ്രയാസപ്പെടുത്തരുത്. അതാ കുത്തും കോമായും. ചോദ്യം 1 എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന 1-ാം ദിവസം. ഉത്തരം എന്തുവാ? എന്നെ പ്രയാസപ്പെടുത്തലെന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കാൻ വകയൊന്നും ഇല്ല. വീണ്ടും കഥകിന് മുട്ടി. അടുത്ത ഉത്തരം കഥ അടച്ചിരിക്കും. അവിടെ കുത്തും കോമായി. അത് 2-ാമത്തെ ഉത്തരം, പ്രാർത്ഥനയുടെ 2-ാമത്തെ ദിവസം. ഇത് എൻ്റെ ഒരു നാടൻ വ്യാഖ്യാനമായിട്ട് കണ്ടാൽ മതി. അലിഗരി വ്യാഖ്യാനമാണെന്നൊന്നും വാട്സാപ്പിനകത്തൊന്നും ആരും വിടുകയും ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ വ്യാഖ്യാനിക്കും. അല്ല യോഗം കഴിയുമ്പോൾ ഒന്ന് പറഞ്ഞാൽ, പക്ഷെ അത് അങ്ങനെയല്ല, അത് ഇങ്ങനെയാണ്. ഞാൻ കൊണ്ടുപോകണം. നല്ല സാധനമാണെങ്കിൽ, എടുക്കാത്ത സാധനമൊന്നും ഞാൻ കൊണ്ടുപോകില്ല. നല്ല സാധനങ്ങളെ കൊണ്ടുപോകും. എന്നെ പ്രയാസപ്പെടുത്തരുത്. ഞാൻ ചോദിക്കട്ടെ, അന്തസ്സും അഭിമാനവും ഉള്ള ഒരാളാണെങ്കിൽ, നിങ്ങളാണെങ്കിൽ പിന്നെ വീടിന്റെ മുമ്പിൽ നിന്ന് കഥയെ മുട്ടു. സ്നേഹിതനായതുകൊണ്ട് ഞാൻ ആദ്യം മുട്ടി. സ്നേഹിത എനിക്ക് 3 അപ്പം വായ്പ തരണമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു എന്നെ. അങ്ങനെ പറയാൻ കാര്യം സമയം അർദ്ധരാത്രിയാണ്. കഥകിനെ മുട്ടിയപ്പോൾ നല്ല ഉറക്കത്തിലായിരുന്നു. പുള്ളി ഉണർന്നു. അപ്പം എന്നെ പ്രയാസപ്പെടുത്തരുത്. പക്ഷെ ഈ സ്നേഹിതൻ ഓർക്കുന്ന ആരെയറിയോ? വീട്ടിലിരിക്കുന്ന വിശന്ന തന്റെ സ്നേഹിതനെയാണ്. ഇതാണ് പ്രാർത്ഥനയുടെ ബന്ധം. ഇങ്ങനെയുള്ളവർ പ്രാർത്ഥിച്ചാൽ മതി എന്ന കർത്താവ് പറഞ്ഞത്. അദ്ദേഹത്തിന് പോകാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിന്റെ ദുരഭിമാനം നിമിത്തം അദ്ദേഹത്തിന് പോകാൻ പറ്റുന്നില്ല. 2ാമത് പറഞ്ഞത് തടസ്സം എന്താ? കഥ അടച്ചു. ഞാൻ ചോദിക്കട്ടെ, കഥ അടച്ചാൽ പിന്നെ തുറക്കുകയെ? അതെന്നാ ഉത്തരം? നിങ്ങളാ ആ ഉത്തരവ് ശ്രദ്ധിച്ചു. കഥ അടച്ചിരിക്കുകയാണെന്നറിയാം. അതുകൊണ്ടല്ലേ കഥകൾ മുട്ടിയത്. യേശു പറഞ്ഞ ഉപമ നമുക്ക് ആ വാചകം എങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റും? അല്ലേ? എങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റും? ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചൊരു കാര്യം പറയാം. ചില വീടുകളിലെ, പണ്ടത്തെ വീടുകളിലെ കഥ അടച്ചാൽ പിന്നെ തുറക്കാൻ വലിയ പാടാണ്. വിശേഷിച്ച് ഈ മഴക്കാലമൊക്കെ ആയാൽ പിന്നെ തടി മണ്ണനാണെങ്കിൽ ഈ തടി വീർക്കും. അപ്പൊ കുറ്റി ഇടാനും പാടാ, കുറ്റി എടുക്കാനും. ഞാൻ ചിന്തിച്ചതാണ്. അപ്പോൾ ഇവർ ചിലപ്പോൾ കുടുംബമായിട്ടായിരിക്കും ഈ കഥ തള്ളി കുറ്റി ഇട്ടത്. അപ്പം ഇത് തുറക്കണമെങ്കിൽ പുള്ളി ഒറ്റയ്ക്ക് വിചാരിച്ചാൽ, അപ്പം ഭാര്യയും മക്കളും എല്ലാവരും കൂടെ വന്ന് വാലെ നിന്ന് അച്ഛനെ മുന്നേ നിർത്തി പുറകോട്ട് വലിച്ചു വേണമായിരിക്കാം. എൻ്റെ ഒരു ഊഹമാണ്. അല്ലെ പിന്നെ ഈ കഥ അടച്ചിരിക്കുന്നെന്ന് പറഞ്ഞതിന്റെ അർത്ഥമല്ല. നമ്മൾ ചിലരോട് ചോദിക്കും, ബ്രദറെ കഴിഞ്ഞ ആഴ്ച എന്താ തിരുവത്താഴം എടുക്കാൻ? എടുത്തില്ലെന്നേ ഉള്ളൂ. എടുത്തില്ലെന്ന് എടുക്കാഞ്ഞപ്പം മനസ്സിലായി. അതുകൊണ്ടല്ലേ എടുക്കാഞ്ഞത് എന്താന്ന് ചോദിച്ചത്. കേട്ടോ, നമ്മൾ കാരണം പറയത്തില്ല, കാര്യങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞാൽ ആ ടൈപ്പ് സ്നേഹിതന്റെ ഒരു സ്നേഹിതനാണോ ഈ സ്നേഹിതൻ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അറിയാതെ ഏതോ ഒരു ബന്ധം
നമ്മൾ ഈ കിടപ്പുണ്ടോ എന്നൊരു ചെറിയ ഒരു തോന്നലുണ്ട് ഈ പുള്ളിയായിട്ട്. കഥ കടച്ചിരിക്കുന്നു. മൂന്നാമത് കഥയിൽ കൂടി അയ്യോ ഉണ്ടോ, ഈ ആവശ്യക്കാരൻ ഔചിത്യമില്ല. മൂന്നാമത് കഥകിനൂട്ടി. അപ്പൊ അടുത്ത ഉത്തരം പൈതങ്ങൾ 3 തടസ്സം. അപ്പോ ഈ പൈതങ്ങൾ എന്നോട് കൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ കഴിയില്ലെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം അതെന്നാ തടസ്സമാണ്? ഞാൻ ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയിലോട്ട് കൊണ്ടുവരട്ടെ. കുടുംബങ്ങൾക്ക് പ്രയോജനപ്പെടുമെങ്കിൽ നിങ്ങൾക്ക് ആ സാധനം എടുക്കാം. പൈതങ്ങൾ ഞങ്ങളോടുകൂടെ കിടക്കുന്ന നല്ല പറഞ്ഞ് യേശു പറഞ്ഞ വീട്ടുകാരനാ സംസാരിക്കുന്നത്. പൈതങ്ങൾ ആരോടെ കിടക്കുന്നു? പൈതങ്ങൾ കൊച്ചന്റെ കൂടെ കിടക്കുന്നതല്ല. എത്ര എണ്ണം ഉണ്ട്? ഇന്നത്തെ പോലെ 2 അല്ലല്ലോ, ഒരുപാട് പിള്ളേരല്ലേ അന്നത്തെ കാലത്ത് വീടുകളിൽ. പൈതങ്ങളെല്ലാം ആരുടെ കൂടെ കിടക്കുന്നു? എന്നോട് കൂടെ കിടക്കുന്നു. അപ്പൊ ആ പുള്ളിക്കാരി ഏതാ സൈസാ വീട്ടിൽ? പിള്ളേരെ ഒരെണ്ണത്തിന് അടുപ്പിക്കുക. അവർ ഉറങ്ങാൻ കിടന്നാ പിന്നെ അവരെ ആരും ശല്യപ്പെടുത്തുന്നവർക്ക്. ഞാൻ ആ സഹോദരിയുടെ കാര്യമാണ് പറഞ്ഞത്. യേശു പറഞ്ഞ ഉപമയിലെ പൈതങ്ങൾ എന്നോടുകൂടെ. അപ്പൊ ഞാൻ പൊതുവെ പഠിച്ചിടത്തോളം പൊതുവെ നമ്മുടെ സഹോദരന്മാർ അച്ഛന്മാർ കാര്യം ചൂടാവുകയും അവർ ഒച്ച വെക്കുകയും പാത്രം നിരക്കുകയും ഒക്കെ ചെയ്യുമെങ്കിലും പാവങ്ങളാണ്. എന്റെ കാര്യം എന്നറിയും, മണ്ണുകൊണ്ടല്ലേ ഉണ്ടാക്കിയത്. 10 തുള്ളി വെള്ളം വീഴുമോ അതങ്ങ് കുതിരും. നമുക്കിങ്ങനെ തോണ്ടിയെടുക്കാം അല്ലേ, മണ്ണ് നനഞ്ഞാൽ. അതേസമയം എല്ലോ ഇടവപ്പാതി മുഴുവൻ നനഞ്ഞാലും അതിന് ഒരു മയവും. അപ്പൊ അതിന്റെ ഒരു ചെറിയ വ്യാപാരം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് ആ മേഖലപ്പെടാം. എന്തായാലും അപ്പനും മക്കളും തമ്മിൽ ആ വീട്ടിൽ വലിയ അടുപ്പം. അപ്പൊ പൈതങ്ങൾ എന്നോടുകൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ കഴിയുകയില്ലെന്ന് പറഞ്ഞാൽ ഞാനത് ചിന്തിച്ചത് പുള്ളി എഴുന്നേറ്റാൽ ആ പിള്ളേരും അതാണ്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് 2 എണ്ണം ചെവിയെ പിടിച്ച് കിടന്നുറങ്ങുന്നു, 2 എണ്ണം കയ്യെ പിടിച്ച് കിടന്നുറങ്ങുന്നു, 2 എണ്ണം കാലെ പിടിച്ച് കിടന്നുറങ്ങുന്നു. ഈ 5-6 എണ്ണത്തിന്റെ നടുക്ക് പുള്ളി ഇങ്ങനെ ഈ വാഴപ്പിണ്ടി വെട്ടിയിട്ടതുപോലെ അവിടെ പിള്ളേർ ഉറങ്ങാൻ തള്ള രാവിലെ ചുണ്ടാവും. അപ്പൊ പുള്ളി അവിടെ കിടന്നോണ്ടായിരുന്നു, എന്നെ പ്രയാസപ്പെടുത്തരുത്. കഥ കടച്ചിരിക്കുന്നു, എന്നിട്ട് മുത്തുക പുറത്ത് നീക്കുന്നു, പോവോ. മൂന്നാമത് പറഞ്ഞു പിള്ളേരെന്റെ കൂടെ. എനിക്ക് യേശു ഉപമ കൊണ്ടുവരുന്ന രീതി കണ്ടോ? എന്നിട്ടും പുറത്തു നിന്നവൻ പോയില്ല. അതാ പ്രാർത്ഥന. നിങ്ങൾ ശ്രദ്ധിച്ച എത്ര തടസ്സമാണ് പറഞ്ഞത്? 3 തടസ്സം. എത്ര അപ്പോ വേണ്ടത്? 3 അപ്പം. ഒരപ്പത്തിന് 1 തടസ്സം വെച്ചോണ്ട്. അപ്പൊ മറുപടിക്ക് തടസ്സമുണ്ടല്ലോ. ആവശ്യം എത്ര വലുതാണെങ്കിലും അതിനെതിരെ തല ഉയർത്തുന്ന ചില തടസ്സങ്ങളുണ്ട്. തടസ്സങ്ങൾ കണ്ട് പിന്മാറുന്നവനല്ല യഥാർത്ഥ പ്രാർത്ഥന മനുഷ്യൻ. പിന്നെയും അവിടുന്ന് ലജ്ജ കൂടാതെ അങ്ങനെ യേശു പഠിപ്പിച്ചു വരികയാണ്. എന്താ മറുപടിയുടെ പ്രത്യേകത? അത് പറഞ്ഞു നിർത്തട്ടെ. അവൻ സ്നേഹിതനാകുകൊണ്ട് എഴുന്നേറ്റ് കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞെങ്കിലും അങ്ങോട്ട് എഴുന്നേറ്റ് എത്ര അപ്പം കൊടുത്തുന്ന എഴുന്നേക്കുന്നത്? എന്റെ ഉള്ളം പിളഞ്ഞത് അവിടെയാണ്. അവിടെ യേശു ഉപയോഗിച്ച വാചകം വേണ്ടുന്നിടത്തോളം കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയും. ഞാൻ ചോദിക്കട്ടെ, അതെത്രയാപ്പോ? ഈ സ്നേഹിതൻ ചോദിച്ചിടത്ത് കണക്കുണ്ട് അല്ലേ? 3 അപ്പം. പക്ഷെ കിട്ടുന്നിടത്ത് എന്താ ഈ കണക്ക് പറയട്ടെ? അവിടെ കണക്ക് പറഞ്ഞിട്ടില്ല. ഞാൻ ഒന്നുകൂടെ പറഞ്ഞിട്ട് നിർത്താൻ പോവാ. എന്താ കർത്താവ് അങ്ങനെ ഒരു ഉത്തരം അവിടെ പറഞ്ഞു? മറുപടിയുടെ പ്രത്യേകതയായി പറയാൻ പോകുന്നു. കർത്താവിനറിയാം 3 അപ്പം ഈ അർദ്ധരാത്രി ഉറക്കളച്ചവന് 3 അപ്പം മാത്രം കൊടുത്തു വിട്ടാൽ അതാര് കഴിച്ചിട്ട് പോകും? വന്ന സ്നേഹിതൻ കഴിച്ചിട്ട് പോകും. എന്നാൽ സഹോദരങ്ങൾക്ക് വേണ്ടി, കൂട്ടു സഹോദരന് വേണ്ടി
രാത്രി ഉറക്കളച്ച് മധ്യസ്ഥത കളച്ചവന്റെ വീട് വീണ്ടും പട്ടിണി കിടക്കാൻ പാടില്ല. എല്ലാം മനസ്സിലാവുന്നുണ്ടോ? എല്ലാം മനസ്സിലാവുന്നുണ്ടോ? വേണ്ടുന്നിടത്തോളം കൊടുക്കുമെന്ന് പറഞ്ഞ അർദ്ധരാത്രി ഉറക്കളച്ചവന്റെ വീട്ടിലെ പ്രഭാതം കുഞ്ഞുങ്ങൾ കാണുമ്പോ കൊട്ട നിറച്ചിരിക്കുന്നത്, അപ്പൻ കൊട്ടക്കകത്ത് നിറഞ്ഞിരിക്കുന്നത് തലമുറകൾ കാണും. യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ തന്റെ സ്ഥിതിക്ക് ഭേദം വന്നെന്നുള്ളത് സത്യമാണെങ്കിൽ രാത്രി മാങ്ങാനം എബനേസർ സഭയെ നീ അളന്ന് ചോദിക്കുന്ന ചിലതിന് അളക്കാതെ മറുപടി തന്ന് രക്തം ചെയ്യാം, രക്തം ചെയ്യാം, രക്തം ചെയ്യാം, രക്തം ചെയ്യാം. ഇതാ പ്രാർത്ഥന, ഇതാ പ്രാർത്ഥന. ശിഷ്യന്മാരെ, ഇതാ പ്രാർത്ഥന. മടുത്തു പോകല്ലേ, മടുത്തു പോകല്ലേ. നിന്റെ മറുപടി വളരെ പ്രത്യേകതയുള്ള മറുപടിയാ. ഓ, ഇന്ന് രാത്രി പലരോട് ദൈവാത്മാവ് ഇടപെടുകയാ. കുറിച്ചു വെച്ചോ, ഈ ദൂത് കുറിച്ചു വെച്ചോ. നീ എണ്ണി ചോദിക്കുന്ന ചിലതിന് എണ്ണാതെയുള്ള മറുപടി, നീ അളന്ന് ചോദിക്കുന്ന ചിലതിന് അളക്കാതെയുള്ള മറുപടി. അപ്പോ തടസ്സങ്ങളെല്ലാം വഴി മാറി. ഐക്യതയോടെ ജനം ഒരുമിച്ച് നിന്നാൽ ഒരു പേയിൻ കോട്ടകൾക്കും നിങ്ങളെ തടയാൻ പറ്റത്തില്ല. ഐക്യതയോടെ സഭ നിന്നാൽ പാതാള ഗോപുരങ്ങൾക്ക് സഭയെ തൊടാൻ പറ്റത്തില്ല. വലിയ മറുപടി. എനിക്ക് ഒടുവിൽ പറയാനുള്ള ദൂതവാ, നീ ഒരു ചെറിയ മറുപടിയാ പ്രതീക്ഷിക്കുന്നത്. നിന്റെ ചോദ്യത്തിനകത്ത് അളവുണ്ട്. എന്നാൽ നിന്റെ സ്നേഹിതൻ നിനക്ക് തരാൻ പോകുന്നത് വേണ്ടുന്നിടത്തോളം എന്ന് പറഞ്ഞാൽ നിന്റെ വീട്ടിലേക്കുള്ളതും വന്ന് കയറിയവനുള്ളതും അതെ. ഗ്ലോറി, 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 ഗ്ലോറി. അങ്ങനെ കൈമാറുന്ന ഒരു ദൈവപ്രവൃത്തിയ യേശു ഈ ഉപമയിലൂടെ അവതരിപ്പിച്ചത് ആത്മാവിൽ ബോധ്യപ്പെട്ട ദൈവമക്കൾ ഒരു നിമിഷം കർത്തൃസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നു. നമ്മൾ ഇത്രയും നേരെ ഇരിക്കുകയായി. നമ്മുടെ ഒടുവിലത്തെ യോഗമാണ്. പ്രിയപ്പെട്ടവർ, എനിക്ക് ചില